ഇവിടെ ഒരു കോടീശ്വരന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ കുറിച്ചോർത്ത് സങ്കടപ്പെടാതെ എപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു ലക്ഷറി കാർ വന്ന് നിൽക്കുന്നു. അതിനകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇറങ്ങുന്നു. അവനെ കണ്ടാൽ സംസ്കാര ചടങ്ങിന് വന്നതുപോലെയല്ല, പബ്ബിൽ പോകുന്നത് പോലെ സ്റ്റൈലായി ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. ഇഷ്ടമില്ലാതെ ഇവരെല്ലാവരും എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് ആർക്കൊക്കെ വീതിച്ചിട്ടുണ്ടെന്ന് അറിയാനാണ്. പക്ഷെ വക്കീൽ വിൽപത്രം വായിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ആർക്കും അദ്ദേഹം ചില്ലി കാശ് പോലും എഴുതി വെച്ചിട്ടില്ല. അത് കേട്ട് എല്ലാവരും നാണം കെട്ട് ദേഷ്യത്തോടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ ചെറുമകൻ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. അവനും സ്വത്ത് എഴുതി വെച്ചിട്ടില്ല, പോകാമെന്നവർ പറയുന്നു. ഇവനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവനും അവർക്കൊപ്പം പോകാൻ തുടങ്ങുന്നു. പക്ഷെ വക്കീൽ അവനെ മാത്രം അകത്തേക്ക് വിളിപ്പിക്കുന്നു. നോക്കുമ്പോൾ മുത്തശ്ശൻ അവന് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ തന്റെ ഫാമിലി തന്നോട് സ്നേഹമില്ലാതെ പെരുമാറുന്നതിന് പ്രധാന കാരണം താൻ തന്നെയാണെന്ന് പറഞ്ഞ് തന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നീ അങ്ങനെ ആവാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് ഗിഫ്റ്റ് തരാം, പക്ഷെ നിനക്കത് കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ലെന്ന് പറയുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് എങ്ങനെയാണ്, യഥാർത്ഥ മനുഷ്യരെ നേടുന്നത് എങ്ങനെയാണെന്ന് ഒത്തിരി ടെസ്റ്റ് നടത്തുന്നു. അതെല്ലാം ചെയ്തിട്ട് വന്നാൽ മാത്രമേ സ്വത്ത് കിട്ടൂ എന്ന് പറയുന്നു. ഇവൻ ആദ്യം അതെല്ലാം ഒരു ജോലി പോലെ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ പോകെ പോകെ അവനറിയാതെ തന്നെ അവന്റെ സ്വഭാവം മാറാൻ തുടങ്ങുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആവശ്യമില്ലാതെ കാശ് ചെലവാക്കിക്കൊണ്ടിരുന്നവൻ കാശില്ലാതെയും ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. അതിനുശേഷം കോടിക്കണക്കിന് സ്വത്ത് അവന്റെ പേർക്ക് എഴുതി കൊടുക്കുന്നു. അത് വെച്ച് അവൻ കൊച്ചുകുട്ടികൾക്കായി ഒരു സൗജന്യ ഹോസ്പിറ്റൽ തുടങ്ങുന്നു.